കൊള്ളാം, അടിപൊളി. ഞാൻ തന്നെ എടുത്തതാ. അപ്രീഷിയേറ്റ് മീ. ഞാൻ തന്നെ ഉടുത്തതാണ് ഗൈസ്. ആദ്യമായിട്ടാണ് പ്ലീറ്റൊക്കെ എടുത്ത് തുറന്നു വെച്ചത് അമ്മയാണ്. പക്ഷെ എന്നാലും അത് എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. പറയാൻ മറന്നുപോയി, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് എല്ലാവരും കൂടെ കുറേ നാളായി അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട്. അപ്പം ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം കൊട്ടാരക്കര നമ്മളെ ഗണപതി അമ്പലത്തിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും റെഡിയായി. രണ്ട് അമ്മയെ റെഡി ആയിട്ട് നിൽക്കുക. അത് കാണിക്കാൻ ഞാൻ. അത് സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി. ഇത് നമ്മൾ പൊങ്കാലയ്ക്ക് പോയപ്പം മേടിച്ച സാരിയ എല്ലാവരും ഇപ്പം ഒന്ന് തിരിച്ചിട്ട്. പക്ഷെ അമൃത മാത്രം വേറെ ഇട്ടത്. അവളിങ്ങോട്ട് ഇറങ്ങി വരട്ടെ, അവള് ഒരുങ്ങുന്നേ ഉള്ളൂ. എല്ലാ ഇന്ത്യൻ ഡാഡ്സും ഒരുക്കത്തിനെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധിക്കുന്ന അവരുടെ കാറായിരിക്കും. എൻ്റെ അച്ഛനും പാവം അവിടെ നിന്ന് വണ്ടി കഴുകുക കേട്ടോ. ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരുക്കും. അമൃത അന്ന് നമ്മൾ വാങ്ങിച്ച സാരി അല്ല ഉടുത്തത്, അവള് വേറെ ഒരെണ്ണം എടുത്തേ. എങ്ങനെയുണ്ട്? കൊള്ളാം. അവള് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തേ. അതാ ഡിസൈനർ കം ആർട്ടിസ്റ്റ് കം ഓൾ ഇൻ ഓൾ. അവള് തന്നെ വരച്ചതാ. നല്ല രസമുണ്ട്. ഞാൻ അടുത്തൊന്ന് കാണിക്കാം. ഇപ്പോഴത്തെ ട്രെൻഡാ. കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവൾ. ഓക്കെ, രണ്ടുപേരോട് നിന്നേ. ഹായ്, ഒരമ്മ പെറ്റളിയന്മാരും പോലുണ്ട്. ഈടാ കൊള്ളാം. നമുക്ക് പൈസ എടുത്ത് കൈ വെച്ചേക്കാം. കാരണം അവിടെ പോയിട്ട് ഉണ്ണിയപ്പം വാങ്ങാൻ നേരത്ത് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ആകെ പൈസക്കാരി ഞാനാണ്. ക്യാഷ് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ബാക്കി മലയാളി മംഗാസ് നമുക്കൊരു ഫിച്ചക്കൊക്കെ ആവാം. ഫിച്ചക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ബട്ട് സ്റ്റിൽ നമുക്ക് ചുമ്മാ നോക്കാമല്ലോ. അമൃത നോക്ക്, അനങ്ങുന്നില്ല കേട്ടോ. ചത്തു നിൽക്കുവാന്ന്. അവള് സെറ്റും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അനങ്ങും. അതെ, സ്റ്റാൻഡേർഡും കൂടും ഇച്ചിരി. നല്ല തിരക്കാട്ടോ ഇവിടെ. വണ്ടി ഒന്നും പാർക്ക് ചെയ്യാനും സ്ഥലമില്ല. ആകെ തിരക്കിൽ പെട്ടിട്ട് കുറേ നേരമായി. നല്ല തിരക്കുണ്ട്, ഭയങ്കര തിരക്ക്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ദാണ്ട് ഇവിടെ ആയിട്ടേ ഉള്ളൂ. അങ്ങ് ഒരുപാട് ദൂരം തേ കിടക്കുന്നു. ഞായറാഴ്ച ആയോണ്ടായിരിക്കും അല്ലേ? രണ്ടു വട്ടം തൊഴുതിയാണ് ഞങ്ങളും. ചന്ദനം വാങ്ങാൻ പോയപ്പോ ഞാൻ ഒന്നും കൂടെ അവിടെ ഗണപതിയോട് ഒന്നുകൂടെ കയറി തൊഴുതിയാണ്. ഉണ്ണിയപ്പം കിട്ടി. ഉണ്ണിയപ്പം അതിനെ കഴിക്കാം. ഇതാണ് ക്ഷേത്രക്കുളം. മീൻ ഇഷ്ടം പോലെ ഉണ്ട്. പാമ്പ്, ബാഹുബലിയിലെ പാമ്പ്. ആൾക്കാരെ പ്രാങ്ക് ചെയ്യാൻ എടുക്കാം. നേരത്തെ അമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. എന്നെ പേടിപ്പിക്കാൻ. അയ്യോ, ഒരു വലിയ പ്രയാണത്തിന് ശേഷം നമ്മൾ ഇനി എത്തി, വണ്ടിയിലെത്തി. അയ്യോ, ചൂടെടുക്കുന്നല്ലേ. ഇപ്പം സമയം 9 മണിയായി. പക്ഷെ നല്ല വിശക്കുന്നു. അപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോവാണ്. നമുക്ക് കൊട്ടാരക്കരയിലെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടേ ദേവസിനെ കാണാൻ വരുന്ന എന്തിനാ? അതന്നെ എല്ലാവർക്കും മസാല ദോശ പോയോ? അവളുടെ കമ്മലിന്റെ ആണി പോയി. അതിന്റെ വിഷമത്തി ഇരിക്കോ പാവം. അങ്ങനെ അല്ലെ ഊരിക്കോ അങ്ങ്. അല്ല, അത് ഇനി അവള് വീട്ടിൽ ചെന്നിട്ട് ഊരത്തോളടി. അവളുടെ ഗ്ലാമർ പോകത്തില്ലേ? മാഷൽ അമ്മ തേച്ച് ഞാൻ എനിക്ക് കിട്ടിയതൊക്കെ വിതരണം ചെയ്തു. അയ്യോ, സാമ്പാർ എന്തി? സാമ്പാർ കൊണ്ടുവരും.
വട നല്ല അടിപൊളി ക്രിസ്പി വടയാ. അയ്യോ, ചമ്മന്തി കൂട്ടി നോക്കി. വിചാരിച്ചത്രല്ല കേട്ടോ, ഇച്ചിരി പാടാ. അവർ ചിന്തിക്കണം ആരാണ് ഈ പാത്രത്തിൽ കഴിച്ചതെന്ന്. ഇത് രണ്ടും ഇത് തൊലി ഉണ്ടായോണ്ട് തിന്നാൻ പറ്റിയില്ല. ഇതൊരു തക്കാളി, ഇത് ഇത്ര എങ്ങനെ കഴിക്കും? അച്ഛൻ്റെ പാത്രം ആരും കഴിച്ചിട്ടില്ല. വയറൊക്കെ നിറഞ്ഞ്. പണ്ട് വേറൊരു കടയിൽ നിന്ന്, പേര് ഞാൻ പറയുന്നില്ല, വളരെ ഫേമസ് ആയ ഒരു കടയിൽ നിന്ന്, മസാല ദോശയ്ക്ക് പേര് കേട്ടൊരു കടയിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങിച്ച് തിന്ന്. ഇത് തീരെ കൊള്ളത്തുമില്ല, ക്വാണ്ടിറ്റി ഇല്ല, ക്വാളിറ്റി ഇല്ല. പക്ഷെ ഇത് എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റും. അതിൻ്റെ കൂടെ 80 രൂപയുള്ളൂ. 80 രൂപയുള്ളൂ. ക്വാണ്ടിറ്റിയോ അടിപൊളി. കഴിച്ചിട്ട് എൻ്റെ വയറൊക്കെ പൊട്ടുന്നു എനിക്ക്. സിഗ്നൽ വിട്ടു. അമ്മേ, അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു. അല്ല, ദിവസം തുടങ്ങി. ഞായറാഴ്ചയായിട്ട് അടിപൊളി ഒരു അമ്പല ദർശനമൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഫുഡ് മേടിച്ച് നമ്മളത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ടാറ്റാ.